ഈ അധികാരം സിൻഡിക്കേറ്റിന് നൽകുന്ന വ്യവസ്ഥ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചു. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന വകുപ്പ് എല്ലാ സർവകലാശാലാ നിയമങ്ങളിലും ഉൾപ്പെടുത്തുന്നതിന് വ്യവസ്ഥ കൊണ്ടുവന്നതും ഇത്തരത്തിൽ ഈ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ്. പുതിയ കാലത്തിൻ്റെ ക്യാമ്പസിനനുസൃതമായിട്ടുള്ള പുതിയ സംവിധാനങ്ങൾ നമുക്ക് അനിവാര്യമാണ്. അവ കൊണ്ടുവരുന്നതിന് സഹായകരമായ വ്യവസ്ഥകൾ കൂടി ഈ അമെൻമെൻറ്റിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് കോളേജ് ആരംഭിക്കുന്നതിനും ഇൻഡസ്ട്രി അക്കാഡമിയ ഇൻ്റർഫേസ് ശക്തിപ്പെടുത്തിക്കൊണ്ട് വ്യവസായ മേഖലയും വിദ്യാഭ്യാസ മേഖലയും തമ്മിലുള്ള കൊളാബറേഷൻ ഉറപ്പാക്കുന്നതിന് സെക്ഷൻ 8 കമ്പനികൾ ആരംഭിക്കുന്നതിനും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് ചേർന്ന് റിസർച്ച് പാർക്കുകൾ ആരംഭിക്കുന്നതിനും ഇ ഗവേണൻസ് നടപ്പാക്കുന്നതിനും റൂൾസ് ഓഫ് ബിസിനസ് രൂപീകരിക്കുന്നതിനുമൊക്കെ ആവശ്യമായ വ്യവസ്ഥകൾ ഈ അമെൻമെൻറ്റിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെൽ ഇന്ന് എല്ലാ സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. IQAC, കോളേജ് കൗൺസിൽ തുടങ്ങി നിലവിൽ കലാലയങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന സംവിധാനങ്ങളെ നിയമത്തിൻ്റെ ഭാഗമാക്കാനും ഉദ്ദേശിക്കുകയാണ്. സർ, അതോടൊപ്പം ഗവേഷണ മേഖലയിലും വലിയ മാറ്റങ്ങൾ കാലത്തിനനുസൃതമായ നിലയിൽ ആവശ്യമാണ്. ഏറ്റവും പഴയനായ ചട്ടങ്ങളാണ് ഗവേഷണ മേഖലയിൽ നിലനിൽക്കുന്നത്. ഗവേഷണ പ്രൊജക്റ്റ് ഏറ്റെടുക്കുന്ന അധ്യാപകർ സർവീസിൽ നിന്ന് വിരമിച്ചാൽ പോലും അവരുടെ ആനുകൂല്യങ്ങൾ തടയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് അധ്യാപകർ ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളുടെ ഭാഗമായി അതിൽ നിന്ന് പിന്മാറാൻ പോരുന്ന തരത്തിലുള്ള വിമുഖത സ്വാഭാവികമായും ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ പുതിയ കാലത്ത് ഗവേഷണം, ഇന്നൊവേഷൻ, കൊളാബറേഷൻ തുടങ്ങിയ മേഖലകൾക്ക് സർവകലാശാലാ സംവിധാനത്തിലുള്ള പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് പുതിയ ഗവേഷണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങളും ഇതിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. കേരളത്തെ ഒരു ജനപക്ഷ വൈജ്ഞാനിക സമൂഹമായി പരിവർത്തനം ചെയ്തെടുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ അജണ്ടകളിൽ സുപ്രധാനമായ കാര്യമായതുകൊണ്ട് ഗവേഷണാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വലിയ പരിശ്രമമാണ് ഈ കാലയളവിൽ സ്വീകരിച്ചിട്ടുള്ളത്. പുതിയ ഗവേഷണ കൗൺസിൽ രൂപീകരിക്കുന്നതിനുള്ള വ്യവസ്ഥ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. കാലഹരണപ്പെട്ട ഓഡിറ്റ് നിയമങ്ങൾ പൊളിച്ചെഴുതുന്നതിനുള്ള വ്യവസ്ഥ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതും ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഇതൊക്കെ തന്നെ സംസ്ഥാനത്തെ സ്വകാര്യ സർവകലാശാല ബിൽ മന്ത്രി ആർ ബിന്ദു സംസാരിക്കുകയാണ് സഭയിൽ. സർവകലാശാല ചട്ടങ്ങളിൽ കാലഹരണപ്പെട്ട പല ഭാഗങ്ങളും നിലനിൽക്കുന്നുണ്ട്. ആധുനിക സർവകലാശാല പ്രവർത്തനത്തിന് വേണ്ടിയുള്ള നിയമങ്ങൾ നിലവിലില്ല. അതുകൊണ്ട് തന്നെ പുതിയ കാലത്തിനനുസൃതമായ പുതിയ സംവിധാനങ്ങൾ അനിവാര്യമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മന്ത്രി പറയുന്നത്.